തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് മെയ് 7-ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഭരണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകളുമായി വിജയ്. അതേസമയം ടി.വി.കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ടി.വി.കെയ്ക്കുള്ള പിന്തുണ സംബന്ധിച്ച് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് മെയ് 7-ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ വിജയ്ക്ക് ഭരണം ഉറപ്പിക്കാൻ ഇനിയും സീറ്റുകൾ വേണം. ഇപ്പോൾ കോൺഗ്രസുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വിജയുടെ വസതിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. 5 സീറ്റിലാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ വിജയിച്ചിരിക്കുന്നത്. ഈ 5 സീറ്റുകൾ, ഈ 5 MLA-മാരെ കൂടി വിജയുടെ പക്ഷത്തേക്ക് വരുത്തുന്നതിനായുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതേസമയം ഈ ടി.വി.കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് ടി.വി.കെയ്ക്കുള്ള പിന്തുണ സംബന്ധിച്ച് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേ അവന്തിക, തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118 സീറ്റുകളുടെ എണ്ണം മറികടക്കാനായിട്ട് ടി.വി.കെയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ തമിഴ്നാട് ഇന്നലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എങ്കിൽ പോലും ടി.വി.കെയ്ക്ക് ഇനിയും 10 സീറ്റുകൾ കൂടി ആവശ്യമായുണ്ട്. കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118 എന്ന മാജിക് നമ്പർ മറികടക്കുവാനായിട്ട് വിജയ് 2 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഒരു സീറ്റ് ഒഴിയേണ്ടി വന്നാൽ 11 സീറ്റുകൾ വേണ്ടിവരും കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനായിട്ട്. അപ്പോൾ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ടി.വി.കെ ക്യാമ്പ്. അതുമായി ബന്ധപ്പെട്ട ഡി.എം.കെ സഖ്യത്തിലെ മറ്റു പാർട്ടികളുമായിട്ട് ടി.വി.കെ ക്യാമ്പ് ഫെമിന, ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. President of TVK, Thiru Vijay, has requested the INC for support to form a government in Tamil Nadu. INC is clear that the mandate in Tamil Nadu is for a secular government committed to protecting the constitution in letter and spirit. The INC is determined not to have the BJP and the proxies run the government of Tamil Nadu in any manner. Thiru Vijay has spoken about drawing inspiration from Perum Thalaivar Kamaraj also. Accordingly, the Congress leadership has directed the TNCC to take a final decision on Thiru Vijay's request, keeping in view the sentiments of the state reflected in the electoral verdict. ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഇപ്പോൾ കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയതുപോലെ തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ഇതുമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം തന്നെ വിജയ് കെ.സി. വേണുഗോപാലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു കത്തയച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിജയഫലം വന്നുടൻ തന്നെ രാഹുൽ ഗാന്ധി വിജയെ വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. ഇത്തരത്തിൽ 108 സീറ്റാണ് വിജയ്ക്കുള്ളത്. ഇനി 10 സീറ്റ് കൂടെ വിജയ്ക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ 5 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. ഈ 5 സീറ്റിൻ്റെ പിന്തുണയാണ് ഇപ്പോൾ കോൺഗ്രസിനോട് വിജയ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 5 സീറ്റ് കൊണ്ട് വിജയ്ക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ AIADMKയുടെ പിന്തുണ കൂടി ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 7-ാം തീയതി വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള വിവരം കൂടി വന്നിരിക്കുന്നത്. അതിൽ വിജയ് മാത്രമാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുണ്ടോ? അത് സംബന്ധിച്ച് ഒരു വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതേ അവന്തിക, കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നത് വിജയ് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു കത്ത് നൽകുകയുണ്ടായി. 5 MLA-മാരാണ് ഇപ്പോൾ കോൺഗ്രസിന് തമിഴ്നാട്ടിലുള്ളത്. ഈ 5 MLA-മാരുടെ പിന്തുണ തങ്ങൾക്ക് നൽകണം എന്നാണ് വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പി സഖ്യകക്ഷികളെയും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടി മതേതര കക്ഷികൾ ഒരുമിക്കണം. അതിനുവേണ്ടി തങ്ങളുടെ പിന്തുണ നൽകണം എന്നതാണ്
വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മുൻനിർത്തിക്കൊണ്ട് BJP-യെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന വിജയുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പിന്തുണ നൽകുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്. അത്തരത്തിൽ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് TVKക്ക് പിന്തുണ നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാം എന്നാണ് KC വേണുഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ആയിരിക്കും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് TVKക്ക് വിജയുടെ തമിഴ്നാട് വെട്രി ഘടകത്തിന് കോൺഗ്രസ് പിന്തുണ നൽകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് DMK എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ നേരിട്ട് ഒരു പിന്തുണ നൽകിയാൽ അത് ദേശീയ തലത്തിൽ വലിയ ഒരു ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് TVKക്ക് പിന്തുണ നൽകണം എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിനായിട്ട് നാളെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ കാര്യ സമിതി യോഗം ചേരും. ആ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. TVKക്ക് പിന്തുണ നൽകണമോ വേണ്ടയോ എന്ന കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നാളെ യോഗം ചേരുന്നത്. ആ ഒരു യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തമാകുന്നത് തമിഴ്നാട്ടിൽ TVKക്ക് കോൺഗ്രസ് പിന്തുണ നൽകുമെന്നുള്ളതാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാകും എന്ന തരത്തിൽ ഒരു വിശദീകരണമായിരിക്കും ദേശീയ നേതൃത്വം നൽകുക. അല്ല എങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് DMK-യുടെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. DMK വോട്ടുകൾ ലഭിച്ചാണ് വിജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ മുന്നണിയിൽ നിന്ന് മാറിക്കൊണ്ട് TVKക്ക് പിന്തുണ നൽകുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തെറ്റിക്കും. അതിന് കോൺഗ്രസ് ഉത്തരം നൽകേണ്ടി വരും. ഇന്ത്യ സഖ്യ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള DMKക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കുന്നത് അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ തെറ്റിക്കും. അതുകൊണ്ട് ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്ന തരത്തിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടാനാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. എന്തായാലും നാളെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോൾ ഒരു തീരുമാനം നാളെ തമിഴ്നാട് കോൺഗ്രസ് നേതൃത്വം നാളെ ഒരു തീരുമാനം അറിയിക്കും. എങ്കിൽ പോലും 5 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചാലും TVKക്ക് ഉണ്ടാവുക. ബാക്കി 6 സീറ്റുകളിൽ കൂടി ഒരു പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. 2 സീറ്റുകളിൽ നേരത്തെ വിജയ് മത്സരിച്ച ഒരു സീറ്റ് കൂടി ഒഴിയേണ്ടി വരും. അപ്പോൾ 6 സീറ്റുകളിൽ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. അത് CPI പോലെയുള്ള ഇടത് പാർട്ടികൾ DMKയോടൊപ്പമായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. മറ്റ് പാർട്ടികൾ DMKയുടെ ഭാഗമായിട്ടുള്ള മതേതര കക്ഷികളെ കൂടെ നിർത്താൻ തന്നെയാണ് വിജയ് ഇപ്പോൾ ശ്രമിക്കുന്നത്. AIADMKയുമായിട്ട് സഖ്യത്തിനില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും AIADMKയിലെ ഒരു വിഭാഗം ചിലപ്പോൾ മന്ത്രിസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ AIADMKയിലെ ഒരു വിഭാഗം TVKയെ പിന്തുണച്ചേക്കും. അങ്ങനെയാണെങ്കിൽ AIADMKയിൽ ഒരു പിളർപ്പുണ്ടാക്കിക്കൊണ്ട് അവരുടെ ഒരു പിന്തുണ നേടാനും TVK ക്യാമ്പുകൾ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ അധികാരത്തിൽ വരാനുള്ള എല്ലാവിധ നീക്കങ്ങളും വേഗത്തിലാക്കിയിരിക്കുകയാണ് വിജയ്. മറ്റന്നാൾ മെയ് 7-ാം തീയതി തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കങ്ങളാണ് TVK ക്യാമ്പിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ മുഖ്യമന്ത്രി മാത്രമായിരിക്കും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118 സീറ്റുകൾ ഉറപ്പാക്കാൻ വിജയ്ക്ക് കഴിയുമോ എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തിരുത്തി എഴുതാവുന്ന വലിയൊരു തീരുമാനമായിരിക്കും നാളെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോൾ ഉണ്ടാവുക. എന്തായാലും എല്ലാ കണ്ണുകളും തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഇപ്പോഴും ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം ഉറപ്പാക്കാനായിട്ട് TVKക്ക് കഴിഞ്ഞിട്ടില്ല. 2 ആഴ്ചത്തെ സാവകാശമാണ് ഗവർണറോട് ചോദിച്ചിട്ടുള്ളത് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനായിട്ട്. ശരി, ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്.